ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th മൊഡ്യൂൾ ഓഫ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി ആണ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഒരു 6-7 ലെക്ചർ വീഡിയോസിൽ 5ാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് മെക്കാനിക്കൽ വൈബ്രേഷൻസ്. ആ പാർട്ടിൽ നിന്ന് 6th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ സ്റ്റിൽ വി വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് മെക്കാനിക്കൽ വൈബ്രേഷൻസ്. പക്ഷേ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് 6th മൊഡ്യൂൾ. 5th മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈബ്രേഷൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽസ് ആയിരുന്നു. അതായത് വി സ്റ്റാർട്ടഡ് വിത്ത് ഫ്രീ വൈബ്രേഷൻസ്. ഫ്രീ വൈബ്രേഷൻസിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ, ഗവേണിംഗ് ഇക്വേഷൻസ്, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങൾ ഫുൾ ഡിസ്കസ് ചെയ്ത് ഫ്രീ വൈബ്രേഷൻസ് എല്ലാം ഒരു ഡാമ്പിംഗ് കൊടുത്തിട്ട് വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ അൺഡാംഡ് വൈബ്രേഷൻസ് ടോപ്പിക്കിലെത്തി. ആ ടോപ്പിക്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഡാമ്പർ കൊടുത്തു, അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ, ഗവേണിംഗ് ഇക്വേഷൻസ്, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് രണ്ടും നമ്മൾ ചെയ്തത് യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. സോ ഫ്രീ വൈബ്രേഷൻസ്, ഫ്രീ അൺഡാംഡും കഴിച്ച് നമ്മൾ മെല്ലനെ പോയത് ഫോഴ്സ്ഡ് വൈബ്രേഷൻസിലേക്കാണ്. ആ ഫോഴ്സിൽ തന്നെ അൺഡാംഡും ഉണ്ട്, ഡാംഡും ഉണ്ട്. ഫോഴ്സ് ഡാംഡ് വൈബ്രേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ 3 കേസസ് കവർ ചെയ്തിരുന്നു: അണ്ടർ ഡാംഡ്, ഓവർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ്. ഈ 3 കേസിന് വരുന്ന ഇക്വേഷൻസ്, അതിൻ്റെ സൊല്യൂഷൻസ്, ഇത് മുഴുവൻ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഫണ്ടമെന്റൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എന്താണെന്ന് പഠിച്ചു, ലോഗരിതം ഡിക്രിമെന്റ് പഠിച്ചു, മാഗ്നിഫിക്കേഷൻ ഫാക്ടർ പഠിച്ചു. ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്ന certain sets of numericals നമ്മൾ നോക്കി. So 5th module as a whole covered a lot of fundamentals related to mechanical vibrations. But when we come to 6th module, a bit more of a practical approach is being given to the topic mechanical vibrations. Now the starting topic of 5th module is this one. Look at the board now. Whirling of shafts and critical speeds. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. Whirling of shaft, critical speed കഴിഞ്ഞാൽ നമുക്ക് we have to study a bit of torsional vibrations. Torsional vibrationsന്റെ കുറച്ച് കേസസ് ഉണ്ട്. സിംഗിൾ റോട്ടർ, 2 റോട്ടർ, 3 റോട്ടർ സിസ്റ്റംസ് ഉണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസസ് ആണ്, പ്രാക്ടിക്കൽ ന്യൂമറിക്കൽസ് ആണ്, അതിൻ്റെ കുറച്ച് സൊല്യൂഷൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് മേജർ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഐസൊലേഷൻ, വൈബ്രേഷൻ അബ്സോർപ്ഷൻ, വൈബ്രേഷൻ മെഷർമെന്റ്, ഈ ടോപ്പിക്സ് ആണ് കുറച്ചും കൂടി വരും. സോ ലെറ്റ് us start the 6th module. ഇതിലെ ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞു, whirling of shafts അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡാണ്. Now before getting into the topic, ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക, what do you mean by a shaft? ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി നമ്മൾ വളരെ വേഗമായിട്ട് കുറേ എക്സ്പ്ലനേഷൻസ് തരുന്നതിന് മുന്നേ ഇനീഷ്യലി വി ക്യാൻ സിംപ്ലി സേ ദാറ്റ് ഷാഫ്റ്റ് is one of the most essential component in a machinery. Rather than a machinery, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ a rotating machinery, അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് ഷാഫ്റ്റ്. സോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ ഷാഫ്റ്റ്? ഷാഫ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ്സ് വാട്ട്? റൊട്ടേറ്റിംഗ് പവർ. ട്രാൻസ്ലേറ്റിംഗ് പവർ അല്ല, റൊട്ടേറ്റിംഗ് പവർ ആണ് ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് എ ടർബൈൻ, അല്ലെങ്കിൽ സാധാരണ ഒരു മോട്ടർ എടുത്താൽ, മോട്ടർ ഹാസ് എ റോട്ടർ, റൊട്ടേറ്റിംഗ് കോമ്പണന്റ് ആണ്. ആ റൊട്ടേറ്ററി സ്പീഡോ പവറോ മറ്റൊരു കോമ്പണന്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റോട്ടറോ ഇതൊരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ടർബൈൻസിന് ഉണ്ടാവും. പവർ ജനറേറ്റിംഗ് ഡിവൈസ് ആണ് ടർബൈൻ. അതുപോലെ പവർ കൺസ്യൂമിങ് ഡിവൈസസ് ഉണ്ടാവും. പവർ കൺസ്യൂമിങ് ഡിവൈസസിന് റോട്ടേഴ്സ് ഉണ്ടാവും. റോട്ടേഴ്സ് റിലേറ്റ് ചെയ്ത് ഷാഫ്റ്റ് ഉണ്ടാവും. സോ വിച്ച് എവർ റൊട്ടേറ്റിംഗ് മെഷീനറി വി ലുക്ക് ഇൻ ടു, വി വിൽ ഡെഫിനറ്റ്ലി സീ ദ പ്രസൻസ് ഓഫ് എ ഷാഫ്റ്റ് ദർ. സോ ഷാഫ്റ്റ്, whirling of shafts എന്ന ടോപ്പിക് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷാഫ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ഓർമ്മപ്പെട്ടത്. So shaft is nothing but what? It transmits rotating power. So generally നമ്മൾ ഇങ്ങനൊരു ടോപ്പിക് ആദ്യകാലത്ത് മെഷീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് ഈ ഒരു whirling of shaft എന്നതിനെ പറ്റിയുള്ള വലിയ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. Most of the major rotating machine components ഒക്കെ they were rotating or operating at a very very low rotating speeds. വളരെ ചെറിയ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ when the advent of turbo machines വരുന്ന മുതൽ ടർബോ മെഷീൻസ് ആലോചിക്കുമ്പോൾ നമ്മൾ ഒറ്റൊരു കാര്യം എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഒരു ജെറ്റ് എഞ്ചിൻ എടുക്കുക, എയർക്രാഫ്റ്റ് എഞ്ചിനിലെ ജെറ്റ് എഞ്ചിൻ എടുക്കുക. അത് എത്ര ഹയസ്റ്റ് സ്പീഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിന്തിച്ച് നോക്കാം. സോ അതൊക്കെ ടർബോ മെഷീൻസിൽ. സോ ബൈ ദ അഡ്വെന്റ് ഓഫ് ടർബോ മെഷീൻസ് ഈ റൊട്ടേറ്റിംഗ് മെഷീനറിയുടെ ഓപ്പറേറ്റിംഗ് സ്പീഡ്സ് ഒരുപാട് ലെവൽ കൂടാൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ലെവൽ, കാരണം അത്രയും ലാർജ് പവർ ഔട്ട്പുട്ട് വേണം. പക്ഷേങ്കിൽ മെഷീൻ്റെ സൈസ് വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം.
സോ വളരെ ചെറിയ സ്പേസ് യൂട്ടിലൈസേഷനും വെരി ഹൈ ജനറേഷൻ ഓഫ് പവറും കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വെരി ഹൈ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഈ ഒരു ജെറ്റ് എഞ്ചിന്റെ ഇപ്പൊ 20,000 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ജെറ്റ് എഞ്ചിന്റെ ഉണ്ടാക്കുന്ന പവർ നമുക്ക് 1000 RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് ഈസ് 1000 RPM സ്പീഡ് കൊടുത്തിട്ടാണ് നമ്മൾ ആ സെയിം പവർ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ആ മെഷീന്റെ സൈസ് ഷുഡ് ബി വെരി വെരി ഹ്യൂജ്. ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്തുകൊണ്ടായിരിക്കും ആ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഈ ചിന്താഗതി, അതായത് വളരെ ലെസ് സ്പേസ് കൺസംഷൻ പക്ഷെ വെരി ഹൈ പവർ ജനറേഷൻ എന്ന കൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ, അല്ലെ ഫോർ എക്സാമ്പിൾ ടർബോ മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സ്പീഡ് വളരെ അധികമായിരിക്കും. സോ വെരി ഹൈ ഓപ്പറേറ്റിംഗ് സ്പീഡ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റൊട്ടേറ്റിംഗ് മെഷീൻ്റെ മേജർ റൊട്ടേറ്റിംഗ് കോമ്പണൻ്റ് ആയ ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ്, അല്ലെങ്കിൽ ഈ ഹൈ സ്പീഡ്സിലേക്ക് ഓപ്പറേറ്റിംഗ് സ്പീഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടുവന്നൊരു ഫിനോമിനാണ്, വരാൻ തുടങ്ങിയൊരു ഫിനോമിനാണ് വേളിംഗ് ഓഫ് ഷാഫ്റ്റ്സ്. വേളിംഗ് ഓഫ് ഷാഫ്റ്റ്സിന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ്, ഇഫ് ദിസ് ഈസ് എ ഷാഫ്റ്റ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് സ്പീഡ് ഒരു വെരി വെരി ഹൈ ഓപ്പറേറ്റിംഗ് സ്പീഡിലേക്ക് എത്തുമ്പോൾ അറ്റ് എ സർട്ടൺ സ്പീഡ് ഈ ഷാഫ്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, ഇങ്ങോട്ടുള്ള ലാറ്ററൽ മൂവ്മെൻറ്റ്, ഈ ലാറ്ററൽ മൂവ്മെൻറ്റ്സ് ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡിലേക്ക് വരാൻ തുടങ്ങും. ആ കണ്ടീഷനാണ് നമ്മൾ വേളിംഗ് ഓഫ് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേം വേളിംഗ് ഓഫ് ഷാഫ്റ്റ് മീൻസ് സിംപ്ലി നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ആലോചിച്ചാൽ വൈബ്രേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ എടുത്തു നമുക്ക്. ഇപ്പം നിങ്ങൾക്കെല്ലാം റൈഫിൾ ഉണ്ടല്ലോ, തോക്ക്. റൈഫിളിൽ നിന്ന് ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യുന്നുണ്ട്. ഒരു 3 lakh 10 lakh RPM ഒക്കെ ആയിരിക്കും ആ ബുള്ളറ്റ് പോകുന്ന സ്പീഡ്. ഇത്രയും സ്പീഡിൽ ഈ റൈഫിളിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് തെറിക്കുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി ഈ ബുള്ളറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് പോവുക. ഇത് യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത്ര ഒരു 10 lakh RPM ബുള്ളറ്റ് ഫാസ്റ്റായി പോകുമ്പോൾ ആ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ആ ബുള്ളറ്റ് പോകാൻ ബുള്ളറ്റ് സെൽഫായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ. ആ റൊട്ടേറ്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി 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 ഹൈ ഇൻ ദ റേഞ്ച് ഓഫ് സെയിം 5 to 10 lakhs റേഞ്ചിലായിരിക്കും അതിൻ്റെ RPM ആ സ്പീഡ് ഉണ്ടാവും. സോ ഈ കണ്ടീഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാധനം മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിനിടയിൽ അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ് അതിന് കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ് നമ്മൾ വേളിംഗ് ഓഫ് ഷാഫ്റ്റ്. അല്ലെങ്കിൽ അത് ഒരു ഹൈ റേഞ്ചിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് ആക്ച്വലി വേളിംഗ് ഓഫ് ഷാഫ്റ്റ്. ബേസിക്കലി ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ അതാണ്. എപ്പോഴാണ് ഷാഫ്റ്റ് വേൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡ്വെൽ ചെയ്യുക, DWEL. ഡ്വെൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷാഫ്റ്റ് സോ ഡ്വെൽ ചെയ്യുക അല്ലെങ്കിൽ ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും? ഇത് ഫെയിലിയർ ആയി പോകും. സോ ഫെയിലിയർ ആയി പോകുന്ന പറഞ്ഞാൽ കൺസെപ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം 20,000 RPM സപ്പോസ് ഇഫ് ഷാഫ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 20,000 RPM. ഇതാണ് ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് ഷാഫ്റ്റിന്. 20,000 RPM അറ്റൈൻ ചെയ്യാൻ ഈ ഷാഫ്റ്റ് നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 RPM സ്റ്റാർട്ട് ചെയ്യുക. 0 RPM സ്റ്റാർട്ട് ചെയ്ത് 20,000 എത്തുന്നതിന് ഇടയിൽ ഫോർ എക്സാമ്പിൾ ചിലപ്പം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു 3,000 RPM. ഈ 3,000 RPM എത്തുമ്പോഴായിരിക്കും ഈ ഷാഫ്റ്റിൽ നമ്മൾ വേളിംഗ് എന്ന ഫിനോമിനൻ കാണും. സോ ആ സമയത്ത് മാനുഫാക്ചർ അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? 3,000 RPM കടക്കാതെ നമുക്ക് 20,000 RPM എത്താൻ പറ്റില്ല. സോ 3,000 RPM എന്ന ആ പോയിന്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കടന്നു പോകാനുള്ള രീതിയിലായിരിക്കണം ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ബിക്കോസ് ആ 3,000 ആണ് ക്രിട്ടിക്കലായിട്ട് വരുന്ന ആ ഒരു പോയിന്റ്. ആ പോയിന്റിലാണ് ഈ വേളിംഗ് വരിക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ദാറ്റ് പർട്ടിക്കുലർ സ്പീഡ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്പീഡ്. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. കാരണം നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ ക്രിട്ടിക്കലാണ്, ആ മൊമെന്റ് ക്രിട്ടിക്കലാണ്. ആ ക്രിട്ടിക്കൽ മൊമെന്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. വേളിംഗ് ഓഫ് ഷാഫ്റ്റിന്റെ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്. അതായത് ഹയർ സ്പീഡിലേക്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് ഇതിന്റെ വൈബ്രേഷൻ കൂടി വരും. അങ്ങനെയല്ല. ലാർജ് 10 lakh RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് വേളിംഗ് ഉണ്ടാവില്ല. കാരണം 10 lakh അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂലായിരിക്കും അത് വേൾ ചെയ്യുക, അല്ലെങ്കിൽ ഡ്വെൽ ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. ബട്ട് വൺസ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് ഓവർ, അത് സ്മൂത്ത് ആയിട്ട് വീണ്ടും റൺ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ പോയിന്റ് കടന്നു പോകുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സ്പീഡ്, ആ വാല്യൂ ഓഫ് സ്പീഡിനാണ് വി ജനറലി കോൾ ആസ് ക്രിട്ടിക്കൽ സ്പീഡ്. പിന്നെ ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ വേളിംഗ് സംഭവിക്കാനുള്ള അതിൻ്റെ ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റെസൊണൻസ്. റെസൊണൻസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എടുത്തുകൊണ്ട് വെക്കുമ്പോൾ, ട്രാൻസ്മിസിബിലിറ്റി മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ റെസൊണൻസിലായിരുന്നു. വാട്ട് വാസ് റെസൊണൻസ്? ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ
കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സൈറ്റേഷൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ഏറ്റെടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡീൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, വെൻ ദേ ബോത്ത് ബിക്കം ഈക്വൽ വാല്യൂസ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഫിനോമിനാണ് റെസൊണൻസ്. അൺകൺട്രോളബിൾ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് അൺകൺട്രോളബിളി ഹൈ ആയി മാറും, അതാണ് റെസൊണൻസ്. സോ ഒരു ഓപ്പറേറ്റിംഗ് ഷാഫ്റ്റ് when it operates at a very high speed, when the phenomenon of resonance occurs, ആ റെസണൻസ് ഒക്കർ ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കിയിട്ട് എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്നുള്ളത് മനസ്സിലാക്കാം. സി വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഞാൻ ഈ വരക്കുന്നത് ഒരു ബെയറിംഗ് ആണ്. ഐ വിൽ ബി ഡ്രോയിങ് 2 sets of ബെയറിങ്സ്. നിങ്ങളൊരു ജേണൽ ബെയറിംഗ് എന്ന രീതിയിൽ മാത്രം മനസ്സിൽ കണ്ടാൽ മതി. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ ജേണൽ ബെയറിംഗ് ഞാനൊരു ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഇമാജിൻ ദിസ് ഈസ് ഷാഫ്റ്റ്, ഓർ റാദർ ലെറ്റ് ദിസ് ബി ദ മീൻ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റിന്റെ മീൻ പൊസിഷനാണ് ഈ വരച്ചെങ്കിൽ, ഈ ഷാഫ്റ്റിന്റെ മേലെ ഞാനൊരു റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടർ വെക്കുന്നതിനേക്കാൾ ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക്. സി, ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 ജേണൽ ബെയറിങ്സ്. ഇതിൻ്റെ മേലെ ഞാനൊരു റോട്ടർ ഘടിപ്പിക്കുന്നു, റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അറ്റ് വൺ പർട്ടിക്കുലർ സ്പീഡ് ഈ റോട്ടറിൻ്റെ വൈബ്രേഷൻ വല്ലാതെ അധികമാകാൻ തുടങ്ങുമ്പോൾ ഇത് ഘടിപ്പിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഇത് വരച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ദിസ് ബി ദ റോട്ടർ. ഓക്കെ, ഈ ഷാഫ്റ്റ് റോട്ടറിന് ഘടിപ്പിച്ച പോയിന്റ് ആണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് മീൻ പൊസിഷനാണ്, അല്ലെങ്കിൽ അൺഡിസ്റ്റോർട്ടഡ് അൺഡിഫ്ലക്റ്റഡ് സ്ട്രെയിറ്റ് മീൻ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഈ ഷാഫ്റ്റ് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും, ചെറുതായിട്ട് വളയാൻ തുടങ്ങും. ആ കണ്ടീഷൻ, ആ ഫേസ് ആണ് ഇത്. ഈ സമയത്തും ഇപ്പം ഡിസോറിയന്റഡ് ഫേസിലായാലും ഡിസ്കിനെ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റ് ആണ് സി. ഇമാജിൻ, സി ഷാഫ്റ്റ് ഒരു ബോഡിയാണ്, മാസ് ഉള്ള ബോഡിയാണ്. എവറി ബോഡി വിച്ച് ഹാസ് എ മാസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ സെന്റർ ഓഫ് മാസ്. ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ, ആ സെന്റർ ഓഫ് മാസ് ജി ആണെന്ന് വിചാരിക്കുക. സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ആണ് ജി എന്ന് വിചാരിക്കുക. സോ ഷാഫ്റ്റ് ഡിസ്കിനെ കണക്ട് ചെയ്ത പോയിന്റ് സിയും ആ ഡിസ്കിന്റെ മുകളിലുള്ള സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻട്രോയിഡ് ഒരു ഡിഫറെന്റ് പൊസിഷനും ആണെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് വല്ലാതെ വൈബ്രേറ്റ് ചെയ്യാൻ, ലാറ്ററായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ. ആ സമയത്താണ് ഈ ഷാഫ്റ്റ് ലാർജായിട്ട് ബെൻഡ് ആവുന്നത്. ആ ഫിഗറാണ് ഈ കാണിച്ചത്. ഈ ഷാഫ്റ്റ് ഡിസ്കിൽ കണക്ട് ചെയ്ത പോയിന്റ് സിയും ഷാഫ്റ്റിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ഇവർ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ പോയിന്റ് അല്ല, ഡിഫറെന്റ് പോയിന്റ്സ് ആണ്. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി ഇ. ആ ഇനെ നമുക്ക് എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കാം. ചെറിയ എക്സെൻട്രിസിറ്റി എന്ന് വിചാരിക്കാം. അതായത് സി ഫോർ എക്സാമ്പിൾ ഷാഫ്റ്റ് ഇങ്ങനെയാണ്, ഡിസ്ക് ഉണ്ട്, ഡിസ്കും ഷാഫ്റ്റും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന പോയിന്റ് ഡിസ്കിന്റെ സെൻട്രോയിഡ് തന്നെ ആണെങ്കിൽ ഈ എക്സെൻട്രിസിറ്റി ഉണ്ടാവില്ല. കഷ്ടകാലത്തിന് ഷാഫ്റ്റിന്റെ സെൻട്രോയിഡ് കുറച്ച് താഴെയും ഡിസ്കിന്റെ സെൻട്രോയിഡ് കുറച്ച് താഴെയും ഷാഫ്റ്റ് അതിന്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യാതെ മുകളിലൊരു പോയിന്റ് സിയിലൂടെ കണക്ട് ചെയ്തെങ്കിലാണ് ഈ ഫിനോമിനൻ ഉണ്ടാവുക. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ജി ബി ഇ. അത് ഇ ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് ഷാഫ്റ്റിന്റെ മീൻ പൊസിഷനിൽ നിന്ന് സി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. സോ നൗ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് നത്തിങ് ബട്ട് ഡിഫ്ലക്ഷൻ. എക്സ് ഡിഫ്ലക്ഷൻ ആണ്. ഷാഫ്റ്റ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റ് ആവുന്ന ഡിഫ്ലക്ഷനെയാണ് എക്സ് എന്ന് പറയുന്നത്. ഇ എന്തായിരുന്നു? ഈ എക്സെൻട്രിസിറ്റി ആണ്. ഷാഫ്റ്റ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുമല്ലോ, എന്തെങ്കിലും മെറ്റൽ ആവാം, അലോയ് ആവാം, എന്തോ ആവാം. സോ ഡെഫിനറ്റ്ലി ഷാഫ്റ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റിഫ്നെസ്. ലെറ്റ് ദ സ്റ്റിഫ്നെസ് ബി റെപ്രസെന്റഡ് ആസ് KT. KT എന്ന സ്റ്റിഫ്നെസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. വാട്ട് വാസ് G? G എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓഫ് ഷാഫ്റ്റ് ആയിരുന്നു G. Now, as the disk is rotating, disk റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ആ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആയിക്കോട്ടെ. ഓക്കെ, സോ ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഓഫ് ഡിസ്ക്. ഓർ എൽസ് നമുക്ക് വൈബ്രേഷന്റെ രീതിയിൽ എങ്ങനെ പറയാം? ലെറ്റ് ഒമേഗ വിൽ ബി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ഡിസ്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ സ്പീഡിനെ പറ്റി. സോ ക്രിട്ടിക്കൽ സ്പീഡിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഒമേഗ സി ആണ്. ഒമേഗ സി എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ സ്പീഡ്. ക്രിട്ടിക്കൽ സ്പീഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒമേഗ സി ആണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്.
So in scenario, when the shaft is deflected while the disc is rotating, shaft deflecting, ഈ ജി എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് താഴോട്ടേക്ക് ഡെഫിനറ്റ്ലി ഇവിടെ എന്തുണ്ടാവും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ആകുന്നുണ്ടാവും. ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ആകുന്നുണ്ടാവും. സോ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ആകുന്നുണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട്. നൗ ആസ് ദ ഷാഫ്റ്റ് ഹാസ് എ സ്റ്റിഫ്നെസ് KT, ഒരു സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ തടുക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും. ആ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ മുകളിലേക്ക് ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സും കൂടി ജനറേറ്റ് ആകുന്നുണ്ടാവും. സോ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ചെയ്തിട്ട് ഇതിനെ തടുത്തു നിർത്താൻ വേണ്ടി സ്വയം ഷാഫ്റ്റ് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ റീസൺ എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് എ സ്റ്റിഫ്നെസ് KT. ഇങ്ങനെയാണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം, നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലെറ്റ് restoring force be equal to centrifugal force. ഇതെന്താണ്? at static equilibrium. static equilibrium restoring force equal to centrifugal force എന്ന കണ്ടീഷൻ എടുക്കാം, ഇല്ലേ? ഈ കണ്ടീഷൻ നന്നായിട്ട് ആലോചിച്ച് നോക്കുക. restoring force should be equal to centrifugal force. Now എന്താണ് റെസ്റ്റോറിംഗ് ഫോഴ്സ്? റെസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പ്രിംഗ് ആണ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാക്കുന്ന എലമെന്റ്. അത് കഴിഞ്ഞ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സോ റെസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? റെസ്റ്റോറിംഗ് ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് KT into X, അല്ലേ? KT എന്താണ്? സ്റ്റിഫ്നെസ് ഓഫ് ഷാഫ്റ്റ് ആണ്. ആ ഷാഫ്റ്റ് ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഡിസ്റ്റൻസ് ആണ് X. സോ KT into X will give you the restoring force. Now centrifugal force എന്താണ് ആക്ച്വലി? What was centrifugal force? mr v² ആയിരുന്നു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അല്ലേ? സോറി, mr ഒമേഗ സ്ക്വയർ, റൊട്ടേറ്റിംഗ് v അല്ല, റൊട്ടേറ്റിംഗ് ഒമേഗ, mr ഒമേഗ സ്ക്വയർ ആയിരുന്നു റൊട്ടേറ്റിംഗ് ഫോഴ്സ്. ഇവിടെ മാസ് ഓഫ് ദ ഷാഫ്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് W/g ആണ്. W/g ആണ് മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ m × r റേഡിയസ് ആണ്, അല്ലേ? ഡിസ്ക് ആണ് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി മീൻ പൊസിഷനിൽ താഴേക്കാണ് അത് വരുന്നത്, അല്ലേ? സോ റേഡിയസ് ഇവിടെ എന്തുണ്ടാവണം? X + E അപ് ടു ദ സി റെസ്റ്റോറിംഗ് ഫോഴ്സ്, സോറി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് G ആണ്, സെൻട്രോയിഡിലൂടെയാണ്. സോ മീൻ പൊസിഷനിൽ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് mr ഒമേഗ സ്ക്വയറിലെ r. ആ r എന്താണ് ഇവിടെ? X + E ആണ്. സോ ദിസ് ഈസ് X + E. m × r × ഒമേഗ എന്തായിരുന്നു? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, അല്ലെ? ആംഗുലാർ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഒമേഗ ഇറ്റ്സെൽഫ്, സോറി ഒമേഗ സ്ക്വയർ. സോ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ KT × X ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്? W/g × X + P × ഒമേഗ സ്ക്വയർ ഫോഴ്സ്. ഓക്കെ, സോ റെസ്റ്റോറിംഗ് ഫോഴ്സ് KT × X should be equal to centrifugal force, which is equal to W/g multiplied by R is X + E multiplied by omega square. ഇനി KT × X ഉണ്ട് ഇവിടെ. ഇഫ് യു ഓപ്പൺ ദ ബ്രാക്കറ്റ്സ് യു വിൽ ഗെറ്റ് W/g × X × ഒമേഗ സ്ക്വയർ. എക്സിന്റെ ടേംസ് ഒരുമിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? KT - W/g × ഒമേഗ whole multiplied by X should be equal to what? W/g ബാക്കി എന്താ വരിക? × E × omega square. You have a term X here, you have a term E here. So ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് X/E എന്ന് എഴുതിയാൽ എന്തെഴുതാൻ പറ്റും നമുക്ക്? X/E should be equal to what? X/E. ഇവിടെ നിന്നുള്ള ഫാക്ടർ ഇങ്ങോട്ടാണ് വന്നത്. ദാറ്റ് മീൻസ് ഇത് വെച്ചിട്ട് ഇവിടെ നിന്നുള്ള ഫാക്ടർ അങ്ങോട്ട് പോകും. സോ that should be equal to W/g multiplied by omega square whole divided by what? KT minus W/g omega. X/E should be equal to W/g into omega square divided by KT minus W/g into omega. ഈ സ്റ്റേജ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ മേലുള്ള ഭാഗം വായിച്ചാൽ ഈ ന്യൂമറേറ്ററിനെ W/g × ഒമേഗ സ്ക്വയറിനെ കൊണ്ട് ഞാൻ ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് നൽകുക.
സോ എന്താ ഐ ഒബ്റ്റെയിൻ എക്സ് ബൈ ഇ ഷുഡ് ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എന്താണ് ഇത് കിട്ടുക 1 ഡിവൈഡഡ് ബൈ വാട്ട് പോസിബിൾ. സോ ഈ ഇക്വേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്. കാരണം ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ ടി ഇൻറ്റു എക്സ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട് ഡബ്ല്യു ബൈ ജി ഇൻറ്റു എക്സ് പ്ലസ് ഇ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. സോ ആ ഒമേഗ സ്ക്വയർ രണ്ട് ഭാഗത്തുണ്ട്. ദാറ്റ് മീൻസ് കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി മൾട്ടിപ്ലൈഡ് ബൈ ഇ ഇൻറ്റു ഒമേഗ സ്ക്വയർ. സോ രണ്ട് ഭാഗത്തും ഒമേഗ സ്ക്വയർ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എക്സ് ബൈ ഇ, എക്സ് എവിടെയും ഇ ഇങ്ങോട്ട്, എക്സ് ബൈ ഇ എന്ന് എഴുതിയാൽ ഇത് ഇങ്ങോട്ടേക്കാണ് പോകുക. അതാണ് ഈ കിട്ടുന്നത് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്ക്വയർ ബാക്കിയാവും ഡിവൈഡഡ് ബൈ കെ ടി മൈനസ് ഡബ്ല്യു ബൈ ജി ഒമേഗ സ്ക്വയർ. ഓക്കെ, ന്യൂമറേറ്ററിനെ കൊണ്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുന്നു ഡബ്ല്യു ബൈ ജി ഒമേഗ സ്ക്വയർ. സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദിസ് ഷുഡ് ബി ഈക്വൽ ടു ഈ ടേം 1 ആയി മാറും, -1 വരും. ഇവിടെ 1 കാരണം ഇതേ ടേമിനെ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. റിമൈനിങ് ഇവിടെ എന്ത് വരിക? കെ ടി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ബൈ ജി ഇൻറ്റു ഒമേഗ സ്ക്വയർ. ദാറ്റ് മീൻസ് കെ ടി മൾട്ടിപ്ലൈഡ് ബൈ ജി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ബൈ ജി ആണ്. സോ ബാക്കിയുള്ളത് ഡബ്ല്യു ഇൻറ്റു ഒമേഗ സ്ക്വയർ. കെ ടി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇതാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ ടേമിൽ ഐ എം ഗോയിങ് ടു മേക്ക് എ സ്മോൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോകണം. ലെറ്റ് കെ ടി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഒമേഗ സി. ഈ ടേമിനെ ഞാൻ ഒമേഗ സി എന്ന് എടുക്കുന്നു. വാട്ട് വാസ് ഒമേഗ സി? ഒമേഗ സി ആണ് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. സോ കെ ടി ഇൻറ്റു ജി ബൈ ഡബ്ല്യു ഒമേഗ സി എന്ന് എടുക്കും. ഈ ഒമേഗ സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ജി ബൈ ഡെൽറ്റ എന്ന് എഴുതാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ഷാഫ്റ്റ് ആണ്. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ചെറിയൊരു ഇൻ ബിറ്റ്വീൻ. സി ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ. നോ സി ഇതിൻ്റെ മേലെ ഒരു മാസ്, ഒരു ജസ്റ്റ് ഇമാജിൻ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിൻ്റെ മേലെ ഒരു മാസ് ഉണ്ട്. ആ മാസ് കൊണ്ട് ഷാഫ്റ്റിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡബ്ല്യു ഷുഡ് ബി ഈക്വൽ ടു കെ ടി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ. ഡബ്ല്യു എന്താണ്? വെയിറ്റ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. സോ അങ്ങനെ ഇതെന്താണ്? ഷാഫ്റ്റിൻ്റെ വെയിറ്റ് കൊണ്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷന് നമുക്ക് ഈ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു ഡെൽറ്റ. സോ ഡെൽറ്റയെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? കെ ടി delta should be equal to what? W divided by KT. That means 1 by delta can be written as KT divided by W. ഇതൊന്ന് ഓർത്ത് നോക്കുക. 1 by delta should be written as KT divided by W. See, 1 by delta is equal to KT divided by W. See, ഇവിടെ എന്താണുള്ളത്? ഈ ടേം KT divided by W ആണ്. സോ ഈ KT divided by W നെ നമ്മൾ 1 by delta എന്ന് എഴുതാം, ഒമേഗ സിനെ G by delta എന്ന് എഴുതാം. This is a small substitution that we are going to make. സോ ഈ സ്മോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സ്മോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫ് വി ഡു ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇക്വേഷൻ 1 നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? എക്സ് ബൈ ഇ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? 1 ഡിവൈഡഡ് ബൈ കെ ടി ജി ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒമേഗ സി ആണ്. സോറി, ഒമേഗ സി സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഒമേഗ സി സ്ക്വയർ ആണ്. ഒമേഗ സി സ്ക്വയർ ആണ്. ഓക്കെ, സോ കെ ടി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ സി ബൈ ഒമേഗ ഹോൾ സ്ക്വയർ. കെ ടി ജി ബൈ ഡബ്ല്യു ഒമേഗ സി സ്ക്വയർ ആയി മാറി. സോ ഒമേഗ സി സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ വരും, -1 വരും. ഇതാണ് ആക്ച്വലി ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ വേർലിംഗ് സ്പീഡ് ഓഫ് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ടില്ല മെയിൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ വെൻ ഒമേഗ സി ഈക്വൽ ടു ഒമേഗ സി എന്ന ക്രിട്ടിക്കൽ സ്പീഡും ഒമേഗ ഷാഫ്റ്റ് ഡിസ്കിൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡും ഇത് രണ്ടും ഒന്നാകുന്ന സമയത്ത് എന്താണ് വരിക? 1 by എന്ത് വരും? 0 വരും. 1 - 1 0. 1 by 0 is infinity. That means എന്താണ് സംഭവിക്കുക? ഡിഫ്ലക്ഷൻ, ഷാഫ്റ്റിൻ്റെ ഡിഫ്ലക്ഷൻ ടെൻസ് ടു വാട്ട്? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലേക്ക് പോകും. ദാറ്റ് മീൻസ് ഷാഫ്റ്റിൻ്റെ ഡിഫ്ലക്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് എത്തും. ആ ഇൻഫിനിറ്റിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിനാണ് നമ്മൾ വേർലിംഗ് ഓഫ് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒമേഗ സീക്വൽ ടു, അതായത് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗ ഉണ്ടല്ലോ, ആ ഒമേഗ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന പർട്ടിക്കുലർ വാല്യൂവിൽ എത്തിക്കഴിയുമ്പോൾ ഷാഫ്റ്റിൻ്റെ റിഫ്ലക്ഷൻ ഇൻഫിനിറ്റ്ലി ലാർജായി മാറും.
സോ ഈ ഇക്വേഷനാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ക്രിട്ടിക്കൽ സ്പീഡിന്റെ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് ക്രിട്ടിക്കൽ സ്പീഡ് ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ ഷാഫ്റ്റ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റിന്റെ മേലെ ഉണ്ടാകുന്ന വേളിംഗ് റിലേറ്റ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ സ്പീഡിന്റെ ഇക്വേഷനാണ് ഇത്. ക്രിട്ടിക്കൽ സ്പീഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒമേഗ സി കൊണ്ടാണ്. സോ ഒമേഗ സി സ്ക്വയർ ജി ബൈ ഡെൽറ്റ ആണെങ്കിൽ ഒമേഗ സി ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതാണ് ക്രിട്ടിക്കൽ സ്പീഡിന്റെ വാല്യൂ. ക്രിട്ടിക്കൽ സ്പീഡിന്റെ വാല്യൂ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജി ബൈ ഡെൽറ്റ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ ഒമേഗ സി എന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് പറയുന്നതെങ്കിൽ ഇത് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വൈബ്രേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഹെർട്സിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 1/2 പൈ ഇൻറ്റു 1/2 പൈ ഒമേഗ സി ആണ്. 1/2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. ദിസ് ഈസ് ദ വാല്യൂ ഇൻ ഹെർട്സ്. സോ ഈ രണ്ട് ഇക്വേഷൻസും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒമേഗ സി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്, എഫ് സി ഇൻ ഹെർട്സ്. ഇത് രണ്ടും എന്താണ്? ക്രിട്ടിക്കൽ സ്പീഡിന്റെ ഇക്വേഷൻസ് ആണ്. ക്രിട്ടിക്കൽ സ്പീഡും ഡിഫ്ലക്ഷൻ ഓഫ് ഷാഫ്റ്റ്, അതായത് വേളിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഈ ഇക്വേഷൻ x by equal to 1 by omega c by omega whole square minus 1. I hope this topic is clear to you. ഒന്ന് നിങ്ങൾ ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റ് SS തിരുത്തനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ബൈ VP സിംഗോ, ഈ രണ്ട് ടെക്സ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ രണ്ട് ടെക്സ്റ്റ് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. കീപ്പിംഗ് ഇൻ യുവർ മൈൻഡ് the things I have said in this video. Thank you.